UDF യോഗം എത്രയും പെട്ടെന്ന് ചേരണമെന്ന മന്ത്രി മോൻസ് ജോസഫ്. ആവശ്യം പാർട്ടി ചെയർമാൻ മുഖ്യമന്ത്രിയെ അറിയിച്ചു. ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനങ്ങളിലേക്ക് പാർട്ടികളുടെ പ്രപ്പോസൽ നൽകാൻ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ഉഭയകക്ഷി ചർച്ചകൾ UDF യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്നും മന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു. UDF യോഗം എത്രയും പെട്ടെന്ന് ചേരണം എന്ന ആവശ്യം പാർട്ടി ചെയർമാൻ പി ജോസഫ് സാറ് പാർട്ടി നേതൃത്വത്തിന് വേണ്ടി മുഖ്യമന്ത്രിയോട് തന്നെ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ യോഗം ചേരും. നിയമസഭാ സമ്മേളനമായിരുന്നതുകൊണ്ട് അത് കഴിഞ്ഞ് ചേരാമെന്നാണ് തീരുമാനിച്ചിരുന്നത്. ഉടനെ തന്നെ ചേരുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. പിന്നെ പ്രാഥമികമായി ഇപ്പോൾ ഉള്ള കോർപ്പറേഷൻ ബോർഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പാർട്ടികൾ അവരുടെ പ്രപ്പോസൽ തയ്യാറാക്കി തരുന്നതിനുള്ള ഒരു നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. അത് കൂട്ടായി ചർച്ച ചെയ്യുന്നതിന് ഉഭയകക്ഷി ചർച്ചകളും UDF യോഗത്തെ തുടർന്നുണ്ടാകും എന്നും അറിയിച്ചിട്ടുണ്ട്. അതെല്ലാം വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും UDFന്റെ യോഗം ചേർന്ന് പരിഹരിക്കാവുന്ന കാര്യങ്ങളുണ്ട്. അഖിൽ കെ വിവരങ്ങളുമായി. അഖിൽ, ഇപ്പോൾ UDF യോഗം വേഗം ചേരണമെന്ന് മോൻസ് ജോസഫ് പറയുമ്പോൾ എന്തൊക്കെ ആവശ്യങ്ങളാണ് പാർട്ടിയുടേതായി മുന്നിൽ വെക്കാനുള്ളത്? സ്മൃതി, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ ബോർഡ് കോർപ്പറേഷൻ കാര്യങ്ങളിൽ ഒരു തീരുമാനമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ കേരള കോൺഗ്രസ് ആയാലും മറ്റ് ഘടകകക്ഷികളായാലും UDFിലെ മറ്റ് ഘടകകക്ഷികളായാലും പോലും അവർക്ക് ഈ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളിലേക്ക് ഒരു നീക്കുപോക്കുകൾ ഉപേക്ഷിച്ച് ചർച്ചകൾ നടക്കണം. അത് നടക്കണമെങ്കിൽ ഈ UDF യോഗം ചേരണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു കടമ്പയായി മുന്നിൽ നിന്നുള്ളത്. അപ്പോൾ UDF യോഗം ചേർന്നാൽ മാത്രമാണ് ഈ ഘട്ടങ്ങളിലേക്ക് കടക്കാൻ കഴിയുക. നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്താണ് കേരള കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതി യോഗം ചേർന്നപ്പോൾ തന്നെ മന്ത്രിസ്ഥാനം ഒന്നാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ നേടിയെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യം അവർ നേരത്തെ തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ അതിലൊരു സമ്മർദ്ദം വേണം. അപ്പോൾ ഒരു ഘടകകക്ഷി തന്നെ ഇപ്പോൾ എന്തായാലും മുഖ്യമന്ത്രിയോട് തന്നെ ഈ UDF യോഗം എത്രയും പെട്ടെന്ന് ചേരണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നതിലാണ് മോൻസ് ജോസഫിന്റെ വാക്കുകൾ. അതുകൊണ്ട് പാർട്ടി ചെയർമാൻ തന്നെ ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എത്രയും വേഗം ചേരാമെന്നൊരു മറുപടി മുഖ്യമന്ത്രി ലഭിച്ചിട്ടുണ്ട്. അതിൽ ആശ്വാസം അർപ്പിച്ചവർ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. പക്ഷേ ഒരു മുന്നണിക്കുള്ളിൽ, അതായത് UDFിനുള്ളിൽ തന്നെ ഒരു ഘടകകക്ഷി ഇപ്പോൾ എന്തായാലും യോഗം ചേരണമെന്ന ആവശ്യമായിട്ട്, അതായത് യോഗം ചേരുന്നതിൽ വൈകൽ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ആ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. യോഗം ചേരുന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാരണം ഇത് അടുത്ത ഘട്ടത്തിലേക്ക് പോകണമെങ്കിൽ UDF യോഗം ചേരണം. എന്തുകൊണ്ടായിരിക്കും ഈ UDF യോഗം വൈകുന്നതിൽ പലതരത്തിലുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നതാണ്. ഇപ്പോൾ എന്തായാലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അത്തരമൊരു ആവശ്യമായി രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഘട്ടങ്ങളിലേക്ക്, അതായത് ബോർഡ് കോർപ്പറേഷൻ യോഗങ്ങളിലേക്ക് അടക്കം കാര്യങ്ങൾ ഉന്നയിക്കുകയും ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം ആവശ്യപ്പെടണം എന്നൊരു ആവശ്യം ഉന്നതാധികാര സമിതി യോഗത്തിലടക്കം ഉയർന്നു വന്നിരുന്നതാണ്. ഈ ഒരു ബോർഡ് കോർപ്പറേഷൻ യോഗങ്ങളിൽ ഒരു ധാരണയും UDF യോഗവും ചേർന്നാൽ മാത്രമാണ് ഈ കാര്യങ്ങളിലേക്ക് അടക്കം മുന്നോട്ട് പോകാൻ കഴിയുക. സ്മൃതി, അഖിൽ കെ ആണ് വിവരങ്ങൾ നൽകിയത്.